ഈ പാട്ടാണ് തോൽപ്പിച്ചതെങ്കിൽ ആ പാട്ടിനെക്കുറിച്ച് പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെയും ആൾക്കാർ ആ വിഷയത്തിൽ എൻഗേജ് ചെയ്യല്ലേ, വിട്ടുകളയാനല്ലേ ശ്രമിക്കേണ്ടത്, ആ എപ്പിസോഡ് അടയ്ക്കാനല്ലേ ശ്രമിക്കേണ്ടത്. അതാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പാട്ട് ഏറ്റെടുത്ത് പറയുമ്പോൾ ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ആ പാട്ടിൻ്റെ കണ്ടൻറ്റ്, ഏതാണ് ആ പോറ്റി, അത് അന്വേഷിക്കാനല്ലേ കൂടുതൽ ശ്രമിക്കുക. അത് പിന്നെയും വലിയ ബാധ്യത ഉണ്ടാക്കാനാണ് പോകുക. അപ്പോൾ എന്തിനാണ് ഇവർ ഈ വള്ളി പിന്നെയും പിടിക്കുന്നതാണ് എൻ്റെ സംശയം. പഴയ കാലങ്ങളൊക്കെ കുത്തിപ്പോക്കുന്നു. പഴയത് പിന്നെ കൈരളി വന്ന പാട്ടൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ ഇതാരാണ് ഉദ്ദേശിച്ചു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. 2 ഹിന്ദു ഭക്തിഗാനവും വിശ്വാസവും അതിന് പാരഡിയാക്കുന്നത്. ഇത് ഹിന്ദു ഭക്തിഗാനമാണ്, ശരിയാണ്, സംശയമില്ല. പക്ഷേ ഈ ഹിന്ദു വേദഗ്രന്ഥങ്ങളിലൊന്നുള്ള സാധനമൊന്നുമല്ല. ഇത് ഒരു ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഈ മുസ്ലിം ഫാൻറ്റസി സോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടുള്ള അയ്യപ്പ ഭക്തിഗാനം ഒരു കാസറ്റ് പാട്ടാണ്. ആ അത്തരം കാസറ്റ് പാട്ടുകളെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പാരഡി കേരളത്തിലുണ്ടായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഈ പാട്ട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 1-2 തെരഞ്ഞെടുപ്പിൽ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സുരേന്ദ്രൻ്റെ പേരൊക്കെ വെച്ച് അയ്യപ്പൻ്റെ പേര് മാറ്റി സുരേന്ദ്രന് വോട്ട് തന്നൊക്കെ. അന്ന് ഈ മതവികാരത്തെ വ്രണപ്പെടുത്തിയതിൻ്റെ പേരിൽ CPM കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ എമ്പാടും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ആർക്കും ഇവിടെ പരാതി ഉണ്ടായില്ല. അപ്പോൾ ഇത് കരുണാകരനെതിരായിട്ടുള്ള പരാതിയുണ്ട്. അതാണ് കൈരളിയിൽ വന്നത്. കൈരളി വന്നത് മന്ത്രിയെ അയ്യപ്പോ, സ്വാമി അയ്യപ്പ എന്നുള്ളതിന്. മന്ത്രി കരുണാകരൻ്റെ ഈ ബെൻസ് കാറിലെ വേഗത ഒരു കാലത്ത് സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു. കരുണാകരനെ കളിയാക്കാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അതാണ് കൈരളി വന്ന പാട്ട്. അന്നൊന്നും ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം. ഞാൻ വീണ്ടും പറഞ്ഞത് ഹിന്ദുക്കളുടെ ഇതിലും പ്രാർത്ഥനാ മന്ത്രമല്ല, അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള എന്തെങ്കിലും സൂക്തങ്ങളൊന്നും അല്ലല്ലോ. ഇത് പുറത്തിറങ്ങിയിട്ടൊരു പോപ്പുലർ പാട്ടാണ്. ആ പാട്ടിനെ ചൊല്ലിയിട്ടുള്ള പലതരത്തിലുള്ള പാരഡി ഗാനങ്ങളുണ്ടായി. അങ്ങനെ ഒന്നാണിത്. അത് ഹിന്ദു ഭക്ത വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുക്കല്ലേ ഇത് ആദ്യം ഫീൽ ചെയ്യണ്ടേ? ഇന്നൊരു ഹിന്ദു മതവിശ്വാസിക്ക് തോന്നണമല്ലോ, ശരിയാണല്ലോ രാജു എബ്രഹാം പറയുന്നത്, ഞങ്ങളുടെ മതവിശ്വാസത്തെ ആക്രമിക്കാനല്ലോ. അങ്ങനെ അവർക്ക് തോന്നുമോ ഇത് കേട്ടാൽ? എനിക്ക് സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. മതവിശ്വാസത്തെ മുൻനിർത്തി വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ്? അയ്യപ്പന് വേണ്ടി ഒരു വോട്ട് എന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്നു ഞാൻ, നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു വോട്ട്, അങ്ങനെ പറഞ്ഞാൽ അത് എന്താണ്? ചട്ടലംഘനമാണ്. ഇതെങ്ങനെയാണാവുന്നത്? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പൊതുമുതലാണ് ഒരർത്ഥത്തിൽ, അല്ലേ? അവിടെ ഇരിക്കുന്ന സന്നിധാനവും അവിടുത്തെ മുതലെല്ലാം, അതെല്ലാം ഒരു സർക്കാരിൻ്റെ ഭാഗമായ ആൾക്കാർ മോഷ്ടിക്കാൻ കൂട്ടുനിന്ന ആരോപണമാണ് ഈ പാട്ടിനകത്തുള്ളത്. അല്ലാതെ മതവിശ്വാസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അതൊരു വസ്തുതയാണല്ലോ. ഇത് മുതലെല്ലാം അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് CPM-ൻ്റെ ആളുകളായിട്ട് നടിക്കുന്ന ആൾക്കാർ, CPM-ൻ്റെ ആളുകൾ, CPM-ൻ്റെ നേതാക്കൾ, ഇവരൊന്നും മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ CPM എനിക്ക് തോന്നുന്നില്ല ലോജിക്കലി നിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതെല്ലാം നമ്മൾ വിരുദ്ധ ഫലം ഉണ്ടാക്കുകയും ചെയ്യും. ആൾക്കാർ പിന്നെയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ വിഷയം വീണ്ടും ഇങ്ങനെ കത്തിച്ച് നിർത്താൻ ഇത് ഗുണപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.